മനുഷ്യൻ മലക്കുകളെക്കാൾ മഹത്വമുള്ളവനാണെന്ന് ഖുർആൻ പറയുന്നു. എന്നാൽ അതേ മനുഷ്യൻ അധം പതിച്ചാൽ മൃഗത്തേക്കാൾ മ്ലേച്ഛമുള്ളവനാണെന്നും ഖുർആൻ ഉണർത്തുന്നു. തെറ്റുകളിൽ മുഴുകി ജീവിക്കുന്ന മനുഷ്യർ ഒരിക്കലും തങ്ങളുടെ തെറ്റുകളെ കുറിച്ച് ബോധവാന്മാരാകുന്നില്ല. ദീനിൽ പാപങ്ങളെ കുറിച്ച് 2 തരത്തിലാണ് വ്യാഖ്യാനിക്കുന്നത്. 1 വൻ പാപങ്ങൾ, 2 ചെറിയ പാപങ്ങൾ. ഈ 2 പാപത്തെ തൊട്ടും പ്രവാചകന്മാരും അഹ്ലുബൈത്തും പരിപൂർണമായും മുക്തരാണെന്ന് അഥവാ മഹസൂമിങ്ങളാണെന്ന് ഖുർആൻ ഉണർത്തുന്നു. എന്നാൽ സാധാരണക്കാർ അങ്ങനെയല്ല. അവരാണെങ്കിൽ ഈ വിഷയത്തിൽ ഒട്ടും ബോധവാന്മാരുമല്ല. ഇതിലെ ചെറിയ പാപങ്ങൾ നഫ്സുമായി ബന്ധപ്പെട്ട പാപങ്ങളാണ്. ഒരാളുടെ നഫ്സ് ശുദ്ധിയാവുന്നതോടുകൂടി അത്തരം പാപങ്ങളിൽ നിന്നും പരിപൂർണനായി മുക്തനാകുന്നു. എന്നാൽ അതുകൊണ്ട് തന്നെ ഇത്തരം പാപങ്ങൾ അള്ളാഹു പുറത്തു തരുമെന്ന് ഖുർആനിൽ പറയുന്നുണ്ട്. എന്നാൽ വൻ പാപങ്ങൾ വളരെ ഗൗരവമേറിയ വിഷയമാണ്. വൻ പാപങ്ങൾ മനുഷ്യന്റെ ഖൽബുമായി ബന്ധപ്പെട്ടതാണ്. അവയിൽ പ്രധാനം മനുഷ്യന്റെ ഉള്ളിലെ ദുർഗുണങ്ങളായ അഹങ്കാരം, അസൂയ, പിശുക്ക്, പക, കാമം എന്നിവയാണ്. ഇത്തരം പാപങ്ങളായിരുന്നു ഇബിലീസിൽ പ്രതിഫലിച്ചിരുന്ന ദുർഗുണങ്ങൾ. അതുകൊണ്ടാണ് മലക്കുകളുടെ നേതാവായിരുന്ന അവൻ അഹങ്കാരം എന്ന ഒറ്റ കാരണം കൊണ്ട് പുറം തള്ളപ്പെട്ടവനും ശപിക്കപ്പെട്ടവനുമായത്. മനുഷ്യനെ തെറ്റുകൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് അവനിലുള്ള നഫ്സാണ്. സ്വന്തം നഫ്സിനെ അറിഞ്ഞവൻ അള്ളാഹുവിനെ അറിഞ്ഞു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബലമായ ഹദീസ് ഉണർത്തുന്നു. ഈ നഫ്സ് എന്താണെന്ന് അറിഞ്ഞാലല്ലേ അതിനെ ശുദ്ധീകരിക്കാൻ കഴിയൂ. എന്താണ് നഫ്സ് എന്നും എങ്ങനെയാണ് നഫ്സിനെ ശുദ്ധീകരിക്കേണ്ടത് എന്നും അൽറ വിഷൻ എന്ന യൂട്യൂബ് ചാനലിൽ വിശദമായി ക്ലാസുകൾ നടക്കുന്നുണ്ട്. കൂടുതൽ മഹത്തായ അറിവുകൾക്ക് അൽറ വിഷൻ എന്ന യൂട്യൂബ് ചാനൽ കാണുക. അതിനോടൊപ്പം തന്നെ ദീനിലാഹി എന്ന ഈ ഒരു ഗ്രന്ഥം നിങ്ങൾക്കും സ്വന്തമാക്കാം. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.